നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈശോയുടെ വചനം ശ്രവിക്കാം. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു, കർത്താവേ, എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. അപ്പോൾ ശതാധിപൻ പ്രതിവദിച്ചു, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്, എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, അവരനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവനത് ചെയ്യുന്നു. യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു, സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതുപോലെയുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും. രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. യേശു ശതാധിപനോട് പറഞ്ഞു, പോയിക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയത്ത് തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു. ഇരിക്കാം. ഈശോയിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നോ? ആരുടെയും മുഖത്തൊരു സന്തോഷമില്ലല്ലോ. രാവിലെ എഴുന്നേറ്റ് പോകുന്നതിൻ്റെ ആണോ? നമ്മൾ വചനം കേൾക്കാനിരിക്കുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കണം, മുഖത്തൊരു ചിരിയൊക്കെ വരുത്തി. കാരണം ഹൃദയത്തിൻ്റെ ഭക്ഷണമാണ് നമ്മളിവിടെ കഴിക്കാൻ പോകുന്നത് വചനം പങ്കുവെച്ച് കൊടുക്കുമ്പോൾ. അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ ഹൃദയം തുറന്നിരിക്കണം. എങ്കിൽ മാത്രമേ ഈ വചനം നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുകയുള്ളൂ. നമ്മുടെ നിലങ്ങളെ, അതായത് നമ്മുടെ ഹൃദയങ്ങളെ വചനം കേൾക്കാൻ ഒരുക്കണം. ഒരുക്കിയ ഹൃദയങ്ങളിലാണ് വചനം 100 മേനിയും 60 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നത്. അതുകൊണ്ട് സന്തോഷത്തോടെ നമുക്കായിരിക്കാം. എൻ്റെ ഇടയ്ക്ക് ഉറക്കമൊക്കെ വരും, കാരണം എനിക്കത്ര വലിയ വാചാരുതയൊന്നുമില്ല നിങ്ങളെ പിടിച്ചിരുത്താനുള്ള. അതുകൊണ്ട് ഉറക്കമൊക്കെ വരുമ്പോൾ ഒന്ന് അത്യാവശ്യം പുറത്തൊക്കെ ഇറങ്ങി ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല. ഇറങ്ങിപ്പോകുന്ന കാണുമ്പോൾ അച്ഛൻ എന്നെ വിചാരിക്കും എന്നാരും വിചാരിക്കേണ്ട. ധൈര്യമായിട്ട് നിങ്ങളുടെ ഹൃദയം ഒരുക്കപ്പെട്ടിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രിയമുള്ളവരെ, നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങളാണ്. ശതാധിപനും ഈശോയും തമ്മിലുള്ള ആ രംഗമാണ് നമ്മൾ കാണുന്നത്. ഈ ശതാധിപൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പറയാൻ പറ്റുമോ? ശതാധിപൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പട്ടാളക്കാരനാണ്. ആ പട്ടാളക്കാരനൊരു പ്രത്യേകതയുണ്ട്. 100 പടയാളികളുടെ അധിപനാണ് ഈ ശതാധിപൻ എന്ന് പറയുന്നത്. അതായത് ഈ ശതാധിപൻ്റെ കീഴിൽ 100 പട്ടാളക്കാരുണ്ട്. 100 പട്ടാളക്കാരുടെ പട്ടാളത്തലവനാണ് ഈ ശതാധിപൻ എന്ന് പറയുന്നത്. ഈ ശതാധിപൻ്റെ 3 പ്രത്യേകതകളെക്കുറിച്ച് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 3 പ്രത്യേകതകളെക്കുറിച്ച് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ 3 പ്രത്യേകതകൾ കണ്ട് അവസാനം നമ്മളൊരു ചെറിയൊരു ഉപസംഹാരം നടത്തി ഈ വചന ശുശ്രൂഷ ഞാൻ അവസാനിപ്പിക്കും. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ശതാധിപൻ കൊടുക്കുന്നവനാണ്, നൽകുന്നവനാണ്. അത് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നില്ല. മറിച്ച് ലൂക്കയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ സമാന്തര സുവിശേഷങ്ങളാണ് മത്തായി, മർക്കോസ്, ലൂക്ക. അതിലെ ലൂക്കയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഈശോ വീണ്ടും ഈ ശതാധിപൻ്റെ രംഗം ലൂക്കാ സുവിശേഷങ്ങൾ പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ഈശോയുടെ അടുക്കൽ യഹൂദർ വന്ന് റെക്കമെൻഡ് ചെയ്യുകയാണ് ഈ ശതാധിപനെക്കുറിച്ച്. ശതാധിപനെ പറ്റി, യേശുവിനെ പറ്റി കേട്ട് തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തണം അപേക്ഷിക്കാൻ ചില യഹൂദ പ്രമാണികളെ അവൻ്റെ അടുക്കലേക്ക് അയച്ചു. അവൻ യേശുവിൻ്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ചു പറഞ്ഞു, നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. അതായത് ഈ സാധാരണ അച്ഛന്മാരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ കാര്യം നടക്കാൻ വേണ്ടി ചിലർ റെക്കമെൻഡേഷനായിട്ട് വരും. ഇങ്ങനെ, അച്ഛാ, അയാള് കൊച്ചിന് ഇന്ന ആവശ്യത്തിനാണ് വന്നേക്കുന്നത്, അയാളെ അച്ഛനൊന്ന് സഹായിക്കണം, അയാൾ നമ്മുടെ പള്ളിക്ക് ഇന്ന സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇടവകയ്ക്ക് ഇന്ന ആവശ്യങ്ങളൊക്കെ വന്നപ്പോൾ അയാൾ ചെയ്തു തന്നിട്ടുണ്ട്, അതുകൊണ്ട് അച്ഛനെ കൊണ്ട് പറ്റുന്ന സഹായം അയാൾക്ക് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞ് റെക്കമെൻഡേഷനുമായിട്ട് വരാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈശോയുടെ അടുത്ത് ഒരു റെക്കമെൻഡേഷനുമായിട്ട് യഹൂദർ ചെല്ലുകയാണ്. ഈ മനുഷ്യൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, നമുക്കൊരു സിനഗോഗ് പണിത് തന്നിട്ടുണ്ട്. ആ യഹൂദരെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനതയെ അത്രയേറെ സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഈ ശതാധിപൻ എന്ന് പറയുന്നത്. അതായത് തൻ്റെ സമ്പാദ്യത്തിൽ നിന്നും
ഈ മനുഷ്യൻ മറ്റുള്ളവരുമായി പങ്കുവച്ചിരുന്നു, ദൈവത്തിന് കൊടുത്തിരുന്നു എന്ന്. പ്രിയമുള്ളവർ, ഈ ശതാധിപന്റെ ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് പങ്കുവെക്കാനുള്ള മനസ്സാണ്, ദൈവജനത്തിന് നൽകാനുള്ള മനസ്സാണ്. ഈ ദശാംശത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദശാംശം കൊടുക്കുന്നത് ഞായറാഴ്ച പള്ളിയിലെ സ്തോത്രക്കാഴ്ചയല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം അത് എത്രയാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഒരു ദശാംശം ദേവാലയത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ കൊടുക്കുന്നവർ ഒന്ന് കൈവെക്കാവോ? ഉണ്ട്, ഒരുപാട് പേരുണ്ട്. നല്ല കാര്യം. പ്രിയമുള്ളവരെ, മറ്റുള്ളവർക്കൊരു പ്രചോദനമാകാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. അല്ലേ, കഥയൊക്കെ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. കുറച്ചൊക്കെ ക്ഷീണമൊക്കെ മാറുകയും ചെയ്യും, കഥ മാറും. ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലാണ് ഈ കഥ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു രാജാവ് തൻ്റെ ദൈവജനത്തെ കാണാൻ വേണ്ടിയിട്ട്, ദൈവജനത്തെയല്ല, തൻ്റെ പ്രജകളെ കാണാൻ വേണ്ടിയിട്ട് രഥത്തിൽ ഇങ്ങനെ രാജവീതിയിലൂടെ പോവുക. അപ്പോൾ രാജാവ് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ രാജവീതിയുടെ ഇരുവശങ്ങളിൽ നിന്നും ജനങ്ങൾ രാജാവിനെ ആർപ്പ് വിളിക്കുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ രാജാവിനോട് ഉറക്കെ ചോദിക്കുന്നുണ്ട്, സഹായിക്കണേ എന്നൊക്കെ. രാജാവ് ഇതെല്ലാം കണ്ടും കേട്ടു ഇങ്ങനെ ജനങ്ങളെയൊക്കെ കണ്ട് രാജവീതിയിലൂടെ രഥത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ഈ വഴിയരികിൽ ഒരു യാചകൻ വലിയ സ്വരത്തിൽ നിലവിളിക്കുകയാണ്, എന്നെ സഹായിക്കണേ പ്രഭു, എൻ്റെ ദാരിദ്ര്യം മാറ്റണമേ പ്രഭു എന്നിങ്ങനെ വിളിച്ചു പറയുക. അപ്പോൾ ഈ യാചകൻ്റെ ഒച്ച പ്രത്യേകമായിട്ട് ഈ രാജാവിൻ്റെ ചെവിയിലെത്തി. രാജാവ് രഥം നിർത്താൻ ആവശ്യപ്പെട്ടു. രഥത്തിൽ നിന്നും രാജാവ് ഇറങ്ങി ഈ യാചകൻ്റെ മുമ്പിൽ രാജാവ് മുട്ടുകുത്തി നിന്നു. ഈ മുട്ടുകുത്തി നിൽക്കുന്ന രാജാവ് എന്നിട്ട് യാചകനോട് കൈ നീട്ടി ചോദിക്കുകയാണ്, എനിക്ക് നീ എന്തെങ്കിലും തരിക എന്ന്. ഈ യാചകൻ അത്ഭുതപ്പെട്ടു, ആശ്ചര്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു ദേഷ്യമൊക്കെ വന്നു. ഇത്രയേറെ സമ്പന്നനായ രാജാവ് എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടാണോ എൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നതെന്ന്. എന്നിട്ട് രാജാവല്ലേ ബാക്കിയുള്ളവരെയൊക്കെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് യാചകൻ എന്ത് ചെയ്തു? ഈ രാജാവിനോടുള്ള ഒരു ദേഷ്യവും ഒരു അസ്വസ്ഥതയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തനിക്ക് ഭിക്ഷ കിട്ടിയ തൻ്റെ ഈ ഭാണ്ഡത്തിൽ നിന്നും ഭിക്ഷ കിട്ടിയ വസ്തുക്കളിൽ കുറച്ച് അരി ഉണ്ടായിരുന്നു. അതിനകത്തുനിന്നും ഒരു മണി അരിയെടുത്ത് ഈ രാജാവിൻ്റെ കൈവെള്ളയിൽ വെച്ച് കൊടുത്തു. രാജാവ് അത് സ്നേഹപൂർവ്വം സ്വീകരിച്ച് തിരിച്ച് രഥത്തിൽ കയറി തൻ്റെ യാത്ര മുന്നോട്ട് പോയി. ഈ യാചകൻ വളരെ നിരാശനായിട്ട് തൻ്റെ താമസിക്കുന്ന സ്ഥലത്ത് ചെന്നു. തൻ്റെ ഭാണ്ഡക്കെട്ട് ഇറക്കി വെച്ച് അന്നേ ദിവസം തനിക്ക് ഭിക്ഷയയച്ച് കിട്ടിയ സാധനങ്ങൾ ഓരോന്നെടുത്ത് പരിശോധിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ അരി എടുത്ത് നോക്കിയപ്പോൾ അതിലൊരു അരിമണി മാത്രം സ്വർണ്ണമായിട്ട് മാറിയിരിക്കുക. ഒരരിമണി മാത്രം സ്വർണ്ണമായിട്ട് മാറിയിരിക്കുക. ഈ യാചകൻ അപ്പോഴാണ് തൻ്റെ അബദ്ധം മനസ്സിലാക്കിയത്. താൻ രാജാവിന് കുറച്ചധികം ഈ അരി നൽകുകയായിരുന്നെങ്കിൽ ഈ അരിയൊക്കെയും സ്വർണ്ണമായി മാറി തൻ്റെ ദാരിദ്ര്യം അവസാനിച്ചേനെയുമെന്ന്. അതായത് പ്രിയമുള്ളവരെ, ദൈവത്തിന് നൽകുന്നതും ഇപ്രകാരമാണ്. നമ്മുടെ സമ്പാദ്യത്തിൻ്റെ അത് ചിലപ്പോഴൊക്കെ ഒന്നുമില്ലായിരിക്കും. ചിലപ്പോൾ നമ്മൾ കൂലിപ്പണിയെടുത്ത് കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ളൊരു ഒരു സാമ്പത്തികം മാത്രം തുച്ഛമായൊരു തുകയായിരിക്കും. പക്ഷേ എന്നിരുന്നാൽ തന്നെയും വിധവയുടെ ചെമ്പുനാണയം പോലെ, ചെമ്പുതുട്ട് പോലെ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അത് കൃപയായിട്ട്, അഭിഷേകമായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ തരും. അതൊരിക്കലും സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സാമ്പത്തികമായ പുരോഗതി മാത്രമല്ല, ചിലപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ദൈവം കൃപകളും അഭിഷേകങ്ങളും പ്രത്യേക വരങ്ങളും നൽകി നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. അതുകൊണ്ട് ഈ ദശാംശം കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ പുറകോട്ട് പോകരുത്. ഞാൻ എൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള ഒരനുഭവം പറഞ്ഞ് നിങ്ങളോട് ഈ കാര്യം ഞാൻ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാം. എൻ്റെ കുടുംബത്തിൽ എനിക്ക് ഒരു പേരപ്പൻ്റെ മക്കൾ, അവർ 7 മക്കളുണ്ട്. അതിൽ 3 പേരുടെ കാര്യമാണ് പറയുന്നത്. ഇവരിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ആൾക്കാർ, 2 ചേട്ടന്മാർ, അവർ ഒരുമിച്ചൊരു ബിസിനസ് തുടങ്ങി മുന്നോട്ട് പോകുന്നു. കുറച്ചൊക്കെ ജോലിക്കാരായി. പക്ഷേ ഇവർക്ക് ബിസിനസ്സിലൊരു പുരോഗതിയില്ല. ഇവർ അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ അധ്വാനത്തിനനുസരിച്ചുള്ള ഒരു പുരോഗതി ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ഇവരുടെ മൂത്ത ചേട്ടൻ ഒരു ധ്യാനിപ്പിക്കാനൊക്കെ പോകുന്ന ഒരു കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സഹോദരനാണ്. അപ്പോൾ ഈ മൂത്ത ചേട്ടൻ്റെ അടുത്ത് ഇവർ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നു. ചേട്ടായി, ഞങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഒരിക്കലും ഈ ബിസിനസ്സിലൊരു പുരോഗതി കിട്ടുന്നില്ല. അങ്ങനെ ഈ ചേട്ടൻ ഇവരെ അടുത്ത് നിർത്തി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ചേട്ടൻ ഇവരോടൊരു ചോദ്യം ചോദിച്ചു. മക്കളെ, നിങ്ങൾ 2 പേരും നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് നിങ്ങൾ ദശാംശം കൊടുക്കാറുണ്ടോ? അപ്പോൾ ചേട്ടനോട് പറഞ്ഞു, ചേട്ടായി, അതിന് ദശാംശം കൊടുക്കാൻ മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആയി കഴിയുമ്പോൾ ഞങ്ങൾ പള്ളിക്കോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സഹായിക്കാനോ കൊടുത്തേക്കാം. പക്ഷേ ഇപ്പോൾ അതിനുള്ളത് ഞങ്ങൾക്കില്ല. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു, മക്കളെ, അങ്ങനെയല്ല. നിങ്ങൾ എന്ത് സമ്പാദിക്കുന്നുവോ
അതിൻ്റെ ഒരു ഓഹരി, അതിൻ്റെ ദശാംശം നിങ്ങൾ ദൈവത്തിന് കൊടുക്കണം. അത് നിങ്ങളെ വളർത്തും. അന്ന് മുതൽ ഈ സഹോദരങ്ങൾ അവരുടെ സമ്പാദ്യത്തിൽ നിന്നും അവർ ദശാംശം കൊടുക്കാൻ തുടങ്ങി. ഇന്ന് പ്രിയപ്പെട്ടവരെ, അവർ ജീവിക്കുന്ന ആ പട്ടണത്തിൽ, മൈസൂരാണ്, ആ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് കൊടുക്കുന്ന കമ്പനി അവരുടേതാണ്. അതായത് അത്രയേറെ ദൈവം അവരെ വളർത്തി. അവരൊരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. ഒരുപാട് നമ്മുടെ അനാഥ മന്ദിരങ്ങളെയും നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയൊക്കെ സഹായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നൽകും തോറും കൊടുക്കും തോറും ദൈവം നൽകിക്കൊണ്ടിരിക്കും. അത് ദശാംശം കൊടുക്കുക എന്നത് ഈ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ്. നമ്മളെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ദശാംശം നൽകലാണ്. അതുകൊണ്ട് നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന ഇത് അച്ഛന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, പള്ളിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത്. ഇത് ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നതാണ്. അത് പള്ളിക്ക് കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് പാവപ്പെട്ടവരെ സഹായിക്കാൻ നിങ്ങൾ കൊടുക്കണം. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം പറയാം. ഒരു മകള്, ആ സഹോദരി, അവൾക്ക് സ്ത്രീധനമായിട്ട് 2.5 ഏക്കർ സ്ഥലമാണ് അപ്പം കൊടുത്തത്. ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തതാണ്. ഇപ്പോൾ ആ സ്ഥലം ഇങ്ങനെ കിടക്കുക. ആ മകള് ഈ സ്ഥലം ഒരു 5 സെൻറ്റ് വെച്ച് 10 സെൻറ്റ് വെച്ച് മുറിച്ച് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നൽകുക. അപ്പോൾ ആ സഹോദരി അത്രയേറെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്, അത്രയേറെ ആ പുരോഗതി ആ സഹോദരിയുടെ ജീവിതത്തിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കാനുള്ള ഒരു സമർപ്പണ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആക്കിയെടുക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ സമർപ്പണത്തിൻ്റെ, നൽകുന്നതിൻ്റെ മനോഭാവം ആക്കിയെടുത്തെങ്കിൽ നമ്മളെ ദൈവം പിന്നീട് അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ കുടുംബത്തിലെ പല അസ്വസ്ഥതകളും പല സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ദൈവം മാറ്റുന്നത് നമ്മുടെ സമർപ്പണത്തിലൂടെയാണ്. അതുകൊണ്ട് സമർപ്പണം, സഹോദരങ്ങളെ കണ്ട് സ്നേഹിക്കാൻ, അവരെ സ്നേഹിക്കാനും അവരുടെ കാര്യത്തിൽ ഇടപെടാനും അവരെ സഹായിക്കാനും നമ്മൾ മനസ്സ് കാണിക്കണം. ഇനി വീണ്ടും ഈ ശതാധിപൻ്റെ ജീവിതത്തിലെ മറ്റൊരു ഗുണമെന്ന് പറയുന്നത് ഈ ശതാധിപൻ്റെ ജീവിതത്തിലെ എളിമയാണ്. അതായത് തമ്പുരാനോട് പറയുന്നുണ്ട്, ഈശോയെ, നീ എൻ്റെ ഭവനത്തിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല, നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. അതായത് ഈ ശതാധിപൻ്റെ എളിമ എന്ന് പറയുന്നത് ആഴമേറിയ വിശ്വാസത്തിൽ നിന്നുള്ള എളിമയാണ്. അതായത് ദൈവത്തിൻ്റെ ഒരു വാക്കുകൊണ്ട് എൻ്റെ ഭൃത്യൻ, എത്രയോ മൈലുകൾക്കപ്പുറമുള്ള എൻ്റെ ഭൃത്യൻ സുഖപ്പെടുമെന്നുള്ള ഈ ശതാധിപൻ്റെ വിശ്വാസത്തിൽ നിന്നുള്ള എളിമയാണ് ഈ മനുഷ്യനുണ്ടാകുന്നത്. നമ്മുടെ നാട്ടിൽ ഈ ബഷീറിൻ്റെ നോവലുകളിൽ കാണുന്ന ഒരു 8 മമ്മൂഞ്ഞിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 8 മമ്മൂഞ്ഞ് അല്ലേ? ആ നാട്ടിൽ അത് ഞാൻ കൊണ്ടുവന്നതാ, അത് ഞാൻ കുറഞ്ഞിട്ട് ചെയ്തതാ, ഞാനാണ് അതിൻ്റെ അകത്ത് ഇടപെട്ടത്, ഞാനാണ് ആ പ്രശ്നം തീർത്തത്, ഞാനാണ് അതിൻ്റെ മധ്യസ്ഥനായി, എന്ത് വന്നാലും ഞാൻ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിയാതെ എൻ്റെ നാട്ടിൽ ഇങ്ങനെ നടക്കാൻ പാടില്ല, അങ്ങനെ പിടിവാശി പിടിച്ചിരിക്കുന്ന ചില അഹങ്കാരികളായിട്ടുള്ള മനുഷ്യരുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സൽപ്പേരിന് വേണ്ടിയിട്ട്, നമുക്ക് ഒരു പേര് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളൊന്ന് പൊങ്ങി നീക്കാൻ വേണ്ടിയിട്ട് ചില അഹന്തയുടേതായ മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ടാവും. അവിടെയാണ് എളിമയെന്ന പുണ്യത്തിൻ്റെ പ്രാധാന്യം. പ്രിയമുള്ളവരെ, എളിമപ്പെടുക, എളിമയോടെ സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട്, ചങ്കൂറ്റത്തോടെ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കണം. ചങ്കൂറ്റം എന്ന് പറയുന്നത് എന്താണ് ഈ ചങ്കൂറ്റം എന്ന് പറയുന്നത്? ആർക്കെങ്കിലും പറയാമോ? നാട്ടിൽ ടൗണിലിറങ്ങി നെഞ്ചു വിരിച്ച് 4 പേരെ വെല്ലുവിളിക്കുന്നതാണോ ചങ്കൂറ്റം? രാത്രി പുറത്തിറങ്ങി 2 പേരെ പേടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ രാത്രി പുറത്തിറങ്ങി വീരസാഹസ്യങ്ങൾ കാണിക്കുന്നതാണ് ചങ്കൂറ്റം? പിന്നെ എന്താ ചങ്കൂറ്റം? കർത്താവിന് വേണ്ടി ധീരതയോടെ നിലകൊള്ളുന്നു. ഈ ധീരത എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ചോദിക്കുന്നത്? ധീരത എന്ന് പറഞ്ഞാൽ സ്വന്തം നട്ടെല്ല് കുനിച്ച് അപരൻ്റെ പാദക്ഷാളനം നടത്താൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമുക്ക് ചങ്കൂറ്റം ഉണ്ടെന്ന് പറയുന്നത്. അതായത് അപരൻ്റെ മുമ്പിൽ താഴാനും എളിമപ്പെടാനും നമ്മൾ മനസ്സാകുമ്പോഴാണ് നമുക്ക് ചങ്കൂറ്റം ഉണ്ടാകുന്നത്. അതായത് ഒരാളുടെ പാദം കഴുകാൻ മാത്രമുള്ള ഹൃദയത്തിൻ്റെ ഒരു എളിമ, അത് സ്വന്തമാക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം ബലപ്പെടുന്നത്. മനസ്സിലായോ? അല്ലേ? നമുക്കൊരാളുടെ കാല് കഴുകുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ താന്നു കൊടുക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്കത് പറ്റിയല്ല, അല്ലേ? അങ്ങനെ അവൻ്റെ മുമ്പിൽ വളഞ്ഞു നിൽക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ, അല്ലെങ്കിൽ അവൾ അത്രയ്ക്കായോ, ഞാനല്ലേ അവളെക്കാട്ട് മുമ്പിൽ ഈ വീട്ടിൽ കെട്ടി വന്നത്, എന്നിട്ട് അവളിപ്പോൾ ഭരിക്കാൻ നിൽക്കുവാണോ? അല്ലെങ്കിൽ ഞാനാണ് ഈ വീട്ടിലെ അമ്മ, എൻ്റെ മരുമോൾ അത്രയ്ക്ക് അങ്ങോട്ട് പൊങ്ങണ്ട, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ടോ? അങ്ങ് ദൂരെ ഉള്ളവർക്ക് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ എളിമ എന്ന പുണ്യം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കണം. എളിമയുള്ളിടത്താണ് നമുക്ക്
സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി എളിമപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കേണ്ടി വരും. പോട്ടെ, സാരമില്ല. അതായത് എളിമയുള്ള മനുഷ്യന് അവരനെ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലേ, എനിക്ക് എളിമയുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളെ ഓരോരുത്തരെയും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് അപരനെ മനസ്സിലാക്കാനുള്ള ഒരു ഹൃദയത്തിൻ്റെ വലിപ്പമാണ് നമുക്ക് വേണ്ടത്. അല്ലേ, അപരനെ മനസ്സിലാക്കാനുള്ള ഹൃദയത്തിൻ്റെ വലിപ്പം. എൻ്റെ ജീവിത പങ്കാളി എനിക്ക് മനസ്സിലാക്കണം, എൻ്റെ ഭർത്താവിനെ മനസ്സിലാക്കണം, എൻ്റെ ഭാര്യയെ മനസ്സിലാക്കണം, എൻ്റെ മക്കളെ മനസ്സിലാക്കണം, എൻ്റെ മാതാപിതാക്കളെ മനസ്സിലാക്കണം. മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? അവർ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടും. ഏത് സാഹചര്യത്തിലാണ് അവർ ദേഷ്യപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അവരുടെ കുറവുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കൊട്ടിഘോഷിച്ച് പറയാനല്ല, അവരോട് അതനുസരിച്ച് പെരുമാറാൻ വേണ്ടിയിട്ടാണ് അവരെൻ്റെ കുറവുകൾ തമ്പുരാൻ നമുക്ക് കാണിച്ചു തരുന്നത്. അല്ലേ, അയലോക്കത്തെ ചേച്ചിയുടെ ഒരു കുറവ് ഈശോ നമുക്ക് കാണിച്ചു തന്നു. അന്നേരം നമ്മൾ എന്നാ ചെയ്യുന്നത്? അടുത്ത തൊഴിലുറപ്പിൻ്റെ ദിവസം അല്ലേ, നമുക്കൊരു ചർച്ചയുടെ സമയമായി. അതല്ല, ഒരാളുടെ കുറവ് ദൈവം നമുക്ക് കാണിച്ചു തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അല്ലേ, അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ ഒരു കുറ്റം കണ്ടു, അല്ലെങ്കിൽ ഇപ്പുറത്തെ ഒരാളുടെ ഒരു കുറ്റം കണ്ടു, അത് മറ്റുള്ളവരോട് പറയാനല്ല. സ്വന്തം സഹോദരൻ, ബന്ധത്തിൽപ്പെട്ട ഒരാളുടെ ഒരു കുറവ് നമ്മൾ കണ്ടു, അവന് എന്താ പറയുക, അവൻ്റെ സംസാരത്തിലൊരു വാക്കുപിഴവ് പറ്റിപ്പോയി. അത് നമ്മൾ പിന്നീട് അടുത്ത 4 പേര് കാണുമ്പോഴത്തേക്കും, അളിയന്മാർ 3-4 പേര് ഒന്നിച്ച് കൂടുമ്പോഴത്തേക്കും പറഞ്ഞു ചിരിക്കാനുള്ള കാര്യമില്ല. മറിച്ച് അത് അവന് വേണ്ടി പ്രാർത്ഥിക്കാനും അവനെ സഹായിക്കാനും ദൈവം നമുക്ക് കാണിച്ചു തരുന്നതാണ്. ഒരിക്കലും മറ്റുള്ളവരുടെ കുറ്റം പറയരുത്. ഈ നാവ് കൊണ്ടാണ് പല പ്രശ്നങ്ങളും ആരംഭിക്കുന്നത്. നമ്മുടെ നാവ് കൊണ്ടാണ്. നാവിനെ നമ്മൾ ശുദ്ധീകരിക്കണം. നമ്മുടെ ചിന്തകളെ ശുദ്ധീകരിക്കണമെങ്കിൽ എളിമയെന്ന പുണ്യം നമുക്കുണ്ടാകണം. എളിമയെന്ന പുണ്യമെന്ന് പറയുന്നത് സകല പുണ്യങ്ങളെയും കാച്ചിക്കുറുക്കിയതാണ് എളിമയെന്ന പുണ്യം. അതുകൊണ്ട് എളിമയോടെ സംസാരിക്കാൻ, വിനയത്തോടെ ഇടപെടാൻ നമ്മൾ പ്രത്യേകം ശ്രമിക്കണം. നമ്മളങ്ങ് തീരുമാനിച്ചാൽ മാത്രം പോരാ, അത് പരിശ്രമിക്കണം. ഒരു പുണ്യം നമ്മൾ ചെയ്യണം. ഇനി തൊട്ട് ഞാൻ എളിമയോടെ സംസാരിക്കൂ, വിനയത്തോടെ മറ്റുള്ളവരോട് പെരുമാറൂ എന്നങ്ങ് തീരുമാനിച്ചാൽ മാത്രം പോരാ. അല്ലെങ്കിൽ ഇനി ഞാൻ ആരുടെയും കുറ്റം പറയാല എന്ന് തീരുമാനിച്ചാൽ മാത്രം പോരാ, അത് ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം. അത് പെട്ടെന്ന് അങ്ങോട്ട് ദൈവം അങ്ങോട്ട് ഇട്ട് തരുമൊന്നുമല്ല. അത് നമ്മുടെ പരിശ്രമത്തിലൂടെ നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് മോൻ തീരുമാനിക്കുക, ഇനി തൊട്ട് ഞാൻ ആരുടെയും കുറ്റം പറയാല എന്ന് തീരുമാനിച്ചില്ലേ? ഇനി എന്നാ ചെയ്യാൻ പോകുന്നത്? മിണ്ടാതിരുന്നുകൊണ്ട് കാര്യമുണ്ടോ? നമുക്ക് വീട്ടിൽ പോകണം, അപ്പനോടും അമ്മയോടും ജീവിത പങ്കാളിയോടും മക്കളോടൊക്കെ സംസാരിക്കണം, വഴിയെ പോകുന്നവരെ ചിരിച്ചു കാണിക്കണം, അവരോട് കുശലാന്വേഷണങ്ങൾ നടത്തണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഇന്നലെ അവനെ കണ്ടോ? നന്മ പറയണം. അതായത് ഒരാളുടെ കുറ്റം പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ചെല്ലുന്നു. ഇപ്പോൾ നാളെ അയൽക്കൂട്ടത്തിന് പോവുക. നാളെ തന്നെ ദിവസം വ്യാഴാഴ്ച അല്ലേ, വ്യാഴാഴ്ചകളിൽ സംഘങ്ങളും അയൽക്കൂട്ടങ്ങളൊക്കെ കാണും. പോവുക. അപ്പോഴത്തേക്കും ഒരു ചേച്ചി വന്ന് ഒരു വിഷയം എടുത്തിട്ടു. അവൾ എന്നാലും അങ്ങനെ ചെയ്തല്ലോ എന്നും പറഞ്ഞ് തുടങ്ങുമ്പോൾ അങ്ങനെയല്ല, അവരുടെ കൂടെ കൂടുകയല്ലേ ചെയ്യുന്നത്. മറിച്ച് എന്നാ ചെയ്യണ്ടേ? എന്നാൽ അവളങ്ങനെ ചെയ്താലും അവൾ ഇങ്ങനെയാണല്ലോ, അവൾ അന്നങ്ങനെ അത്രയും നന്മ പറഞ്ഞല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഈ അപ്പോൾ ഇനി തൊട്ട് അഹങ്കാരം എന്ന ആ പാപം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റും എന്ന് തീരുമാനിച്ചാൽ മാത്രം പോരാ, എളിമയോടെ സംസാരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ അതിജീവിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് പാപത്തിൻ്റെ മേഖലകളുണ്ട് ഇല്ലേ? നമ്മുടെ കുമ്പസാരങ്ങളിൽ നമ്മൾ കൂടെ പറയുന്ന ഒരുപാട് പാപത്തിൻ്റെ മേഖലകളുണ്ട്. ജഡിക പാപത്തിൻ്റെ മേഖലകളുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ മേഖലകളിൽ നമുക്ക് വന്നു പോകുന്ന പാപത്തിൻ്റെ മേഖലകളുണ്ട്. എൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ നമുക്ക് വെറുപ്പ് അല്ലെങ്കിൽ അറുപ്പ് തോന്നുന്ന മേഖലകളുണ്ട്. ഇതൊക്കെ നമ്മൾ കുമ്പസാരത്തിൽ ഏറ്റു പറയുന്ന കാര്യങ്ങളാണ്. കൂടെയുള്ള കുമ്പസാരങ്ങളിൽ എപ്പോഴും ഈ പാപങ്ങൾ നമ്മൾ ഏറ്റുപറയുന്നുണ്ട്. പക്ഷേ ഈ പാപത്തെ അതിജീവിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതിജീവിക്കാൻ സാധിക്കണമെങ്കിൽ ഈ പാപത്തിനെതിരായിട്ടുള്ള നന്മകൾ നമ്മൾ ചെയ്തു തുടങ്ങണം. മനസ്സിലായോ? കോപം പാപമാണോ? കോപം പാപമാണോ? അതെ. അതെ. വെറുപ്പ് പാപമാണോ? വെറുപ്പ് പാപം അല്ലെന്ന് ഞാൻ പറഞ്ഞാലോ? ഇപ്പോൾ ഉദാഹരണത്തിന് തിന്മയെ എനിക്ക് വെറുക്കാവോ? വെറുക്കാം. അപ്പോൾ അത് പാപമല്ല. ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഒരു തെറ്റ് ചെയ്തു, ഞാനതിനെ ശകാരിക്കണ്ടേ? ശിക്ഷിക്കണ്ടേ? അപ്പോൾ ഈ മൂലപാപങ്ങളെ, അതിനെതിരെയുള്ള പുണ്യങ്ങളെ നമ്മൾ കാണേണ്ടത്, എല്ലാത്തിനെയും നമ്മൾ വെറുപ്പോടെ കണ്ടാൽ നമ്മൾ പാപിയായി പോകും. തിന്മയെ നമ്മൾ വെറുപ്പോടെ കാണണം, നന്മയെ വെറുപ്പോടെ കാണരുത്.
ഒരു കൊച്ചു കുഞ്ഞ് നമ്മുടെ കൊച്ച് വീട്ടിലൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ വഴക്ക് പറയണം, ഇല്ലേ? ഇപ്പോഴത്തെ കാരണവന്മാർക്ക് പിള്ളേരെ വഴക്ക് പറയാൻ പേടിയാണ്. അച്ഛനൊന്ന് അവളെ എൻ്റെ അടുത്ത് പറഞ്ഞ അച്ഛാ, ഞങ്ങൾ പറഞ്ഞാൽ അവൻ ഞങ്ങളോട് തിരിച്ചു പറയും, അതുകൊണ്ട് അച്ഛനൊന്ന് അവനോട് പറയണം ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ സത്യത്തിൽ എനിക്ക് ആ അപ്പനോടും അമ്മ 12ാം ക്ലാസ്സിൽ പഠിക്കേണ്ട ഒരു കൊച്ചിനെക്കുറിച്ചാണ് അപ്പൻ ഇത് പറയുന്നത്. സത്യത്തിൽ എനിക്ക് ആ അപ്പനോട് വളരെ എന്നെ സങ്കടം തോന്നിപ്പോയി. കാരണം ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് സെമിനാരി ചേരുന്നത്. ഈ പ്ലസ് ടു പഠിച്ച് സെമിനാരി ചേർന്ന് കഴിഞ്ഞാലും എൻ്റെ അച്ചാച്ചൻ എന്നെ വഴക്ക് പറയായിരുന്നു. സെമിനാരി ചേർന്നേ പിന്നെ എന്നെ തല്ലിയിട്ടില്ലെന്നേ ഉള്ളൂ, ഈ പ്ലസ് ടു പഠിക്കുന്ന സമയം വരെ എന്നെ തല്ലുമായിരുന്നു. അതായത് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ചാച്ചനും അമ്മയും എന്നെ വഴക്ക് പറയായിരുന്നു, എന്നെ തല്ലുമായിരുന്നു. ഒരു 10ാം ക്ലാസ് വരെ എന്തായാലും കിട്ടുമായിരുന്നു. അതിനുശേഷം പിന്നെ കുറച്ചൊക്കെ തല്ല് കുറച്ചുകൊണ്ട് വന്നത്. അതായത് മക്കളെ നമ്മൾ ശിക്ഷണത്തിൽ വളർത്തണം, പക്ഷെ അതിനൊക്കെ ഒരു പരിധിയും അതിനൊക്കെ നിങ്ങൾക്കറിയാമോ മക്കളെ വളർത്തുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഈ കാലഘട്ടത്തിൽ പറയുന്നത് എങ്ങനെയാണെന്ന്? അറിയാമോ എങ്ങനെയാണ് വളർത്തേണ്ടതെന്നൊക്കെ? അതായത് ഒരു 1ാം ക്ലാസ് വരെയൊക്കെ LKG UKG വരെയൊക്കെ അവരെ രാജാക്കന്മാരെ പോലെ നമ്മൾ നോക്കണം. രാജാക്കന്മാരെയും റാണിമാരെയും പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കണം. ഒരു 1ാം ക്ലാസ് തൊട്ട് ഒരു 7ാം ക്ലാസ് വരെ അടിമകളെ പോലെ വളർത്തണം എന്നാണ് പറയുന്നത്. അടിമകളെ പോലെ വളർത്തണം എന്ന് പറഞ്ഞാൽ വീട്ടിലെ സങ്കടങ്ങളും വിഷമങ്ങളും അവരെ അറിയിക്കണം. അതായത് അവരെ കൊണ്ട് കൊച്ചു കൊച്ചു ജോലികൾ ചെയ്യിപ്പിക്കണം. തെറ്റ് ചെയ്താൽ അവരെ ശാസിക്കണം, ശിക്ഷിക്കേണ്ടതാണ് ശിക്ഷിക്കണം. ഒരു 7ാം ക്ലാസ് മുതൽ അങ്ങോട്ടേക്ക് തന്നോളമായ തന്നെ പോലെ എന്നാണ്. അതായത് നമ്മുടെ ഒരു സുഹൃത്തിനെ പോലെ കണ്ട് അവരെ കാര്യങ്ങളിൽ ഇടപെടുത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ മക്കൾ പലപ്പോഴും വഴിതെറ്റിപ്പോകുന്നത്. കുടുംബത്തിലെ പ്രശ്നങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും വഴിതെറ്റിപ്പോകുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു, കഷ്ടപ്പാടുകൾ കൊച്ചുങ്ങളെ അറിയിക്കണ്ടല്ല എന്ന് ഓർത്തിട്ട് നമ്മൾ ഇവരെ വീട്ടിലെ കഷ്ടപ്പാട് അറിയിക്കാതെ വളർത്തും. പക്ഷേ അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് ചോദിച്ചാൽ കുടുംബത്തോടുള്ള സ്നേഹം ഈ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ, കുടുംബത്തോടുള്ള സ്നേഹത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തണം. അതുകൊണ്ട് ശാസിക്കേണ്ടത് ശാസിക്കണം, ശിക്ഷിക്കേണ്ടത് ശിക്ഷിക്കുക തന്നെ വേണം. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ പറഞ്ഞു വന്നത് എളിമ എന്ന പുണ്യത്തെക്കുറിച്ചാണ്. എളിമ എന്ന പുണ്യത്തിൽ ഇനി മുതൽ ഞാൻ എളിമപ്പെട്ട് ജീവിച്ചോളാം എന്ന് പറയുമ്പോൾ അഹങ്കരിക്കുന്ന മേഖലകളെയൊക്കെ മാറ്റി നിർത്തി എളിമയുടെ സ്വഭാവം നമ്മുടെ സംസാരത്തിലും നമ്മുടെ സ്വഭാവത്തിലും വരുത്തണം. മനസ്സിലായില്ലേ? അല്ലേ? ഇനി ആരുടെയും കുറ്റം പറയുന്നൊരു സാഹചര്യം വന്നാൽ അന്നാരെ നന്മ പറയണം. ആരുടെയും കുറ്റം പറയല, പരദൂഷണം പറയല എന്ന് തീരുമാനിച്ചാൽ പോരാ, നന്മ മനഃപൂർവ്വം പറയാൻ പോകണം. ചില മനുഷ്യരെക്കുറിച്ച് പറയുമ്പോൾ ഒരു നന്മയും പറയാൻ കാണില്ല, അല്ലേ? ചില മനുഷ്യരുടെ ജീവിതം അങ്ങനെയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു മനുഷ്യനുണ്ട്. ഈ മനുഷ്യനൊരു ആധാർ കാർഡ് പോലും ഇല്ല. അയാളിങ്ങനെ അങ്ങനെയൊക്കെ നടന്ന് എവിടുന്നേലൊക്കെ ഇച്ചിരിയൊക്കെ കിട്ടും. ഇപ്പം അരി കിട്ടിയാൽ 1 കിലോ അരി ഇടയ്ക്ക് എൻ്റെ അടുത്ത് വരും, അച്ഛാ കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ ചോദിച്ചു, പൈസ എന്തിനാ? അരി മേടിക്കാനാണ്. ഈ പൈസ കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇയാൾ പോയി കള്ള് കുടിക്കുമോ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കും. അതുകൊണ്ട് ഞാൻ പറയും, ആ കടയിൽ പോയിട്ട് സാധനം മേടിച്ചോ, അതിൻ്റെ പൈസ ഞാൻ കൊടുത്തേക്കാമെന്ന്, ആവശ്യമുള്ള സാധനം മേടിച്ചോ, ഞാൻ പൈസ കൊടുത്തേക്കാമെന്ന് പറയും. ഇയാൾ പോയി 1 കിലോ അരി മേടിക്കും, കുറച്ച് സാധനങ്ങൾ മേടിക്കും. എന്നിട്ട് ഈ അരി മേടിച്ചുകൊണ്ട് ഈ വീട്ടിൽ പോയിട്ട് ഈ മനുഷ്യന് 1 കിലോ അരിയും ഇട്ട് അങ്ങ് തിളപ്പിക്കും. ഒരാൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. 1 കിലോ അരിയും അങ്ങ് വേവിച്ച് ചോറാക്കും. എന്നിട്ട് ഇതിങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ കുറച്ച് കഴിക്കും, കുറച്ച് ചൂടാക്കും, കുറച്ച് കരിയിച്ച് കളയും, അങ്ങനെയൊക്കെ പോവും. പിറ്റേ ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പം പെരയെന്ന് പറയാനൊന്നുമില്ല, ഒരു ഷെഡിങ്ങനെ, അതിൻ്റെ അകത്ത് 3-4 തടിക്കഷ്ണം, റബ്ബറിൻ്റെ തടിക്കഷ്ണം എടുത്ത് നിരത്തിയിട്ട് അതിൻ്റെ മുകളിലൊരു ചൗക്കാളം പോലത്തെ ഒരു സാധനം വിരിച്ചിട്ട് അത്തേലാണ് ഈ മനുഷ്യൻ കിടക്കുന്നത്. ഒരു ഇച്ചിരി ബുദ്ധിക്കൊക്കെ ഇച്ചിരി പ്രശ്നമുള്ള മനുഷ്യനാണ് ഈ മനുഷ്യൻ. എന്നിട്ട് ഇതേ കിടക്കും. ഈ അരി കുറേ തിളപ്പിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്, കുറേയൊക്കെ കുറച്ച് പുറത്തോട്ട് വെച്ചിട്ടുണ്ട്, പുറത്തിങ്ങനെ ചുമ്മാ വെച്ചേക്കുക. ഞാൻ ചോദിച്ചു, എന്തിനാ ചേട്ടാ ഇങ്ങനെ പുറത്ത് വെച്ചേക്കുന്നത്? ഈ അരി നശിപ്പിച്ച് കളഞ്ഞ ചോറും തന്നെ നശിപ്പിച്ച്. അതേ, കുറച്ച് കഴിയുമ്പോൾ കുറേ കരിയിലപ്പട വരും, അതുങ്ങൾക്ക് കൊടുക്കാനാണ്. അതായത് ഈ മനുഷ്യന് ബുദ്ധിക്ക് ഇച്ചിരി അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. ഒരു ആധാർ കാർഡോ ഒന്നുമില്ല, ഒരു തിരിച്ചറിയൽ രേഖയിലോ ഒന്നുമില്ല. ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും ഗവൺമെൻറ്റിന് അറിയത്തില്ല, പള്ളിയുടെ ആത്മസ്ഥിതി മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അതായത് ഇങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ട്. അപ്പോൾ ഈ നിർഗുണന്മാരെന്ന് പറയും, അല്ലേ? അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അവരെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണവും ഇല്ല, ഉപകാരവും ഇല്ലാത്ത അങ്ങനെയായി പോകരുത് നമ്മൾ. മറിച്ച് നമ്മുടെ സംസാരങ്ങളെ ക്രിയാത്മകമാക്കുക. അപ്പോൾ ഈ എളിമ എന്ന പുണ്യത്തെക്കുറിച്ച് പറഞ്ഞു വന്നത് ഇത്രയാണ്. ഇനിയുള്ളത് ഈ ശതാധിപൻ്റെ അടുത്ത ഗുണമെന്ന് പറയുന്നത് അതൊരു പ്രധാനപ്പെട്ട ഗുണമാണ്. ഈ ഗുണമാണ് 3ാമത്തെ ഗുണം. അതായത് അപരൻ്റെ പ്രശ്നവും എൻ്റെ പ്രശ്നമായിട്ട് മാറുക. ഈ ശതാധിപനെ നോക്കിക്കേ,
അവൻ്റെ 100 പട്ടാളക്കാരിൽ ഒരുവൻ മാത്രമാണ് ഈ ഒരു പട്ടാളക്കാരൻ. ബാക്കി 99 ഇവൻ്റെ കൂടെയുണ്ട്. ഇവനൊരുത്തിന് അസുഖം വന്നു. അന്നേരം ഈ ശതാധിപന് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താ? അവനെ വീട്ടിൽ പറഞ്ഞു വിടുക, നീ അസുഖം കഴിഞ്ഞിട്ട് വന്നാൽ മതി. അല്ലേ, നമ്മുടെ വീട്ടിൽ പണിയെടുക്കുന്ന നമ്മുടെ ജോലിക്കാരെങ്കിലുമൊക്കെ ഒരു അസുഖം വന്നാൽ നമ്മൾ അവരോട് എന്നാ പറയുന്നത്? നീ 2 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. നമ്മൾ കുറച്ചും കൂടെ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു 500-1000 രൂപ കൊടുക്കും, പോയി മരുന്ന് മേടിച്ചോ, അതിന് 2-3 ദിവസം കഴിഞ്ഞ് റെസ്റ്റ് എടുത്തിട്ട് വന്നാൽ മതി എന്നൊക്കെ പറയും. കുറച്ചും കൂടെ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്ന് വിളിച്ചു ചോദിക്കും. അല്ലേ, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ സാധാരണ ചെയ്യുന്നത് അല്ലേ? പക്ഷേ ഈ ശതാധിപൻ ചെയ്തത് എന്താ? അവൻ്റെ ഒരു ഭൃത്തിന് അസുഖം വന്നു. അവന് വേണ്ടിയിട്ട് ഈ ശതാധിപൻ നേരിട്ട് ഇറങ്ങി പുറപ്പെടുക ചെയ്യുന്നത്. അല്ലേ, നേരിട്ട് ഇറങ്ങി പുറപ്പെടുക ചെയ്യുന്നത്. അതായത് അവരൻ്റെ പ്രശ്നം എൻ്റെയും പ്രശ്നമായിട്ട് മാറുക. എൻ്റെ കൂടെയുള്ള ഒരാളുടെ പ്രശ്നം എൻ്റെയും പ്രശ്നമായിട്ട് മാറുക. അങ്ങനെയുള്ള കുറേ വ്യക്തികൾ നമ്മുടെ കൂടെയുണ്ട്. നമുക്കൊരാവശ്യം വന്നാൽ നമുക്ക് വേണ്ടി കൂടെ ഇറങ്ങി പുറപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മളും അങ്ങനെ ഇറങ്ങിപ്പെടുന്നു. അങ്ങനെ അവരൻ്റെ പ്രശ്നം എൻ്റെയും പ്രശ്നമായിട്ട് മാറണം. പക്ഷേ അതിൻ്റെ അകത്തൊരു പ്രത്യേകതയുണ്ട്. നമ്മളെല്ലാവരുടെയും കാര്യത്തിൽ ഇങ്ങനെ ഇടപെടാറില്ല. ഉണ്ടോ? എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടാറുണ്ടോ? അതെ, നമ്മുടെ ബന്ധങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നത്. അല്ലേ, നമ്മളോട് എത്രത്തോളം അടുത്തിരിക്കുന്നുണ്ടോ ആ ബന്ധങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നത്. പ്രിയമുള്ളവർ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ എപ്രകാരമായിരിക്കണം എന്ന് നോക്കണം. ഞാനും എൻ്റെ മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം എപ്രകാരം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഞാനും എൻ്റെ സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ എപ്രകാരമാണെന്ന് ചിന്തിച്ച് നോക്കിയേ. ഞാനും എൻ്റെ മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ എപ്രകാരമാണെന്ന് ചിന്തിച്ച് നോക്കിയേ. ഞാനും എൻ്റെ അയൽപക്കങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ എപ്രകാരമാണ്. ഞാൻ ഈ വീട് വെഞ്ചിരിപ്പുമായിട്ട് പല വഴികളിലൂടെ പോകുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇടവകളിലിരിക്കുമ്പോൾ നമ്മൾ വീട് വെഞ്ചിരിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ നടക്കാറുണ്ട്. ചില വീട്ടിലേക്കൊക്കെ ഉള്ള ഒരു വഴി ഒരിക്കലും ടാർ ചെയ്യല. ആ വഴി ഞാൻ അപ്പോൾ ചോദിക്കും, ഇതൊക്കെ പഞ്ചായത്തിൽ കൊടുത്ത ടാർ ചെയ്ത് കിട്ടുന്നതല്ലേ, അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത് കിട്ടുന്നതല്ലേ, നിങ്ങൾ എന്നാ ഇത് ചെയ്യാത്ത? അത് അച്ഛാ, ഈ വീട്ടുകാർ സ്ഥലം വിട്ടു കൊടുക്കുകയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ വീട്ടുകാർക്ക് സ്ഥലം വഴി ടാർ ചെയ്ത് കിട്ടുന്നതല്ലേ, പിന്നെ എന്നാ? അത് ഈ വീട്ടുകാരുടെ വേറൊരു ബന്ധുക്കളാണ് അപ്പുറത്തുള്ള, അവരങ്ങനെ ടാറിട്ട വഴി കൂടെ അല്ലെങ്കിൽ കോൺക്രീറ്റ് ഇട്ട വഴി കൂടെ പോകണ്ടെന്ന് ഓർത്തിട്ട് അവർ കൊടുക്കാത്തതാണ്. അതായത് ഇത് എത്രത്തോളം ക്രൂരമാണെന്ന് നോക്കിയേ. സ്വന്തം സഹോദരന് ഒരു വഴി കിട്ടരുതെന്നുള്ള ചിന്തയോടുകൂടി എനിക്കും വഴി വേണ്ട, അല്ലെങ്കിൽ എൻ്റെ അപ്പുറത്തോട്ടുള്ളവർക്കും വഴി വേണ്ട എന്ന് തീരുമാനമെടുക്കുകയാണ്. ഈ വൈരാഗ്യ ബുദ്ധി കൊണ്ട്, ഒരു മനുഷ്യൻ്റെ വൈരാഗ്യം കൊണ്ട് എത്രത്തോളം പേരാണ് ദുരിതം അനുഭവിക്കുന്നത് നോക്കുക. അപ്പോൾ സഹോദര സ്നേഹത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അയൽപക്ക സ്നേഹങ്ങളുടെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. ചില ഒരു ഇടവകയിലെ ചില പ്രദേശത്ത് ആ അയൽപക്കങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നം. സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ പോലും നമുക്ക് തോന്നിയില്ല. കാരണം എപ്പോഴും ആ ഒരു വീട്ടിൽ ചെന്നാൽ അയൽപക്കത്ത് ഈ വീട്ടിൽ ചെന്നാൽ അപ്പുറത്തെ 2 വീട്ടിലെ പ്രശ്നം, ഈ വീട്ടിൽ ചെന്നാൽ അപ്പുറത്തെ 3 വീട്ടിലെ പ്രശ്നങ്ങൾ. ഇവർക്കാർക്കും ഒരു കുഴപ്പമില്ല, ഈ പറയുന്ന ആൾക്കൊരു കുഴപ്പമില്ല, എല്ലാ പ്രശ്നവും അയൽപക്കങ്ങൾക്കാണ്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ, നമ്മളൊന്ന് സ്നേഹത്തോടെ ഇടപെട്ടിരുന്നെങ്കിൽ, നമ്മളൊന്ന് ചിരിച്ച് കാണിച്ചിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ അയൽപക്ക ബന്ധങ്ങൾ, നമ്മുടെ സഹോദര ബന്ധങ്ങളൊക്കെ നമ്മൾ കൂട്ടി ഉറപ്പിക്കണം. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, മറ്റുള്ളവരുമായിട്ടുള്ള അസ്വസ്ഥത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതും ബലിയർപ്പിക്കുന്നതും ഒക്കെ വെറുതെയാണ്. മനസ്സിലാകുന്നുണ്ടോ? ആരോടെങ്കിലുമൊക്കെയുള്ള വൈരാഗ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതും ബലിയർപ്പിക്കുന്നതും നൊവേനകൾ ചെല്ലുന്നതും സന്ധ്യാപ്രാർത്ഥന ചെല്ലുന്നതും മധ്യസ്ഥ പ്രാർത്ഥന ചെല്ലുന്നതും ഒക്കെ വെറുതെയാണ്. വെറുതെ എന്ന് പറഞ്ഞാൽ പച്ചവെള്ളത്തിൽ വരച്ച വര പോലെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സഹോദര സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതും നന്മ ചെയ്യുന്നതുമൊക്കെ പച്ചവെള്ളത്തിൽ വരയ്ക്കുന്നത് പോലെ, വെള്ളത്തിൽ വരയ്ക്കുന്നത് പോലെ. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത്, ഇതിന് മുമ്പ് ഞാനിവിടെ വന്ന ആൾക്കാരുണ്ടോ? എന്നെ ഓർക്കുന്നവരുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷകർ ഓർക്കുന്നുണ്ടായിരിക്കും. ഈ നമ്മുടെ ബലിയർപ്പിക്കാൻ നീ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നിൻ്റെ സഹോദരന്, ബാക്കി പറഞ്ഞേ, നിന്നോട് വെറുപ്പുണ്ടെങ്കിൽ ബലിവസ്തു അവിടെ വെച്ച് പോയി അവനുമായി പോയി രമ്യതപ്പെടുക, അതിനുശേഷം വന്ന് ബലിയർപ്പിക്കുക. അല്ലേ? ഈ സീറോ മലബാർ സഭയിൽ നമ്മൾ മുട്ടുകുത്തി നിൽക്കുമ്പോൾ ഈ പുരോഹിതൻ തിരുവോസ്തി മുകളിലേക്ക് ഉയർത്തും. നേരം ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു എന്ന കാനോന ഗായസംഘം പാടുന്നു. അതിനുശേഷം നമ്മൾ അതിൻ്റെ ബാക്കി പാടുന്നു. ഈ സമയത്ത് പുരോഹിതൻ ഈ തിരുവോസ്തി 2ആയിട്ട് മുറിക്കും. 2ആയിട്ട് മുറിച്ചിട്ട് ഇത് ഈ പീലാസയിൽ കുരിശാകൃതിയിലാണ് വെക്കുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ തിരുവോസ്തി കുരിശാകൃതിയിൽ ഈ പീലാസയിൽ വെക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ കാസയുടെ നേരെ ഇരിക്കുന്ന ഈ പകുതി തിരുവോസ്തി ഇത് പൂർണ്ണമാകുന്നത് കാസയിലെ തിരുരക്തം കൂടി ചേരുമ്പോഴാണ്. അതായത് രക്തവും
മാംസവും ചേരുമ്പോഴാണല്ലോ തിരുശരീരമാകുന്നത്. അപ്പം അതതിനെ സൂചിപ്പിക്കാനാണ്. ഇനി ബാക്കി തിരുവോസ്തി ഒരു പകുതി ഈ പുരോഹിതൻ്റെയും ദൈവജനത്തിൻ്റെയും നേരെ ഇരിക്കുന്നത്. ഈ പുരോഹിതൻ്റെയും ദൈവജനത്തിൻ്റെയും നേരെ ഇരിക്കുന്ന ഈ തിരുവോസ്തി ഇത് പൂർണ്ണമാകണമെങ്കിൽ ഈ പുരോഹിതനും ദൈവജനവും വിശുദ്ധ കുർബാനയായിട്ട് മാറണം, തിരുവോസ്തിയായിട്ട് മാറണം. അതായത് നമ്മൾ അർപ്പിക്കുന്ന ബലികൾ പൂർണ്ണമാകണമെങ്കിൽ ഞാനും നിങ്ങളും വിശുദ്ധ കുർബാനയായിട്ട് മാറുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. മനസ്സിലായോ? ഞാനും നിങ്ങളും അർപ്പിക്കുന്ന ബലി പൂർണ്ണമാകണമെങ്കിൽ ഞാനും നിങ്ങളും വിശുദ്ധ കുർബാനയായിട്ട് മാറണം, ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമായിട്ട് മാറണം. എങ്കിൽ മാത്രമേ നമ്മൾ അർപ്പിക്കുന്ന ബലി പൂർണ്ണമാകുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ കുർബാനയിൽ പീലാസയിൽ ഇങ്ങനെ വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? ഇനി ഓർത്ത് നോക്കിക്കേ, ഈശോ പറയുന്നുണ്ട്, നീ ബലി അർപ്പിക്കാൻ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് ഏതെങ്കിലും തരത്തിലുള്ള വിരോധമുണ്ടെന്ന് ആരെങ്കിലും പറയണോ? വേണ്ട, നിൻ്റെ മനസ്സിൽ തോന്നിയാൽ മതി. ആർക്ക്? അതായത് പോകുന്ന വഴിക്ക് തോന്നുവാണ്, ഈ ജോർജേട്ടൻ എന്നോട് എന്തോ വിഷമമുണ്ടല്ലോ, അന്ന് കണ്ടപ്പോൾ എന്നെ മൈൻഡാക്കാതെ പോയല്ലോ, അതെന്തുകൊണ്ടാണ്? അപ്പോൾ എന്നോട് എന്തോ ഇഷ്ടക്കേടുണ്ട്, എൻ്റെ ഏതോ പെരുമാറ്റം ആ വ്യക്തിയെ വിഷമിപ്പിച്ചു എന്ന് നിനക്ക് തോന്നിയാൽ അന്നേരെ പോയി അവരുമായി പോയി രമ്യതപ്പെടുക, അതിനുശേഷം വന്ന് ബലിയർപ്പിക്കുക. അതായത് സഹോദര സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ട് ബലിയർപ്പിക്കുന്നത് ആ ബലി പൂർണ്ണമാകുന്നില്ല. സഹോദര സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ട് ബലിയർപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ ആ ബലി പൂർണ്ണമാകുന്നില്ല. അതുകൊണ്ട് പരസ്പര സ്നേഹത്തോടെ ഐക്യത്തോടെ വേണം ഈ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ. വിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ കൂദാശയാണ്, ഐക്യത്തിൻ്റെ കൂദാശയാണ്, പരസ്പര സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ കൂദാശയാണ്. ആ കൂദാശയിൽ പങ്കെടുക്കുമ്പോൾ സഹോദരനോടുള്ള വിദ്വേഷം മനസ്സിൽ വെക്കുകയാണെങ്കിൽ, സഹോദരനോടുള്ള, മാതാപിതാക്കളോടുള്ള, മക്കളോടുള്ള ഇഷ്ടക്കേടുകൾ, വൈരാഗ്യം നമ്മുടെ മനസ്സിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടോ ബലിയർപ്പിച്ചുകൊണ്ടോ അതിന് ഫലമില്ല. നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ എത്രയോ നൊവേനകൾ ചെല്ലുന്നുണ്ട്, നമ്മൾ എത്രയോ വിശുദ്ധ ബലികൾ അർപ്പിക്കുന്നുണ്ട്, നമ്മൾ എത്രയോ മാധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്താറുണ്ട്. എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഈശോയെ നീ എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് ചോദിക്കുന്നവർ ഒന്ന് ആത്മശോധന ചെയ്ത് നോക്കുക. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ആരോടെങ്കിലുമൊക്കെയുള്ള വൈരാഗ്യം മനസ്സിൽ വെക്കുന്നുണ്ടോ എന്ന്. ഈശോ തരുന്ന കൃപ, രാജ്യത്തിൻ്റെ മക്കളാണ് കൃപ, നമുക്ക് ഓരോരുത്തർക്കും ഈശോ തന്നു കഴിഞ്ഞു, അല്ലേ? മാമോദീസയിലൂടെ നമ്മൾ തന്നു കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങളോടൊരു ഉദാഹരണം പറയുക. ഈ ധ്യാനമെല്ലാം കഴിഞ്ഞ്, ഈ നമ്മുടെ വിചിന്തനമെല്ലാം കഴിഞ്ഞ്, കുർബാനയെല്ലാം കഴിഞ്ഞ്, ആരാധന കഴിഞ്ഞ് പുറത്തോട്ട് പോകുമ്പം സ്നേഹ സിസ്റ്റർ നമുക്ക് ഓരോരുത്തർക്കും ഇവിടുന്ന് കഞ്ഞിയും പയറും തരും, അല്ലേ? ഈ കഞ്ഞിയും പയറും നിങ്ങൾക്ക് ഇന്ന് ബിരിയാണിയാണെന്ന് ഓർക്കുക. എല്ലാവർക്കും വെജിറ്റബിൾ ബിരിയാണിയോ ചിക്കൻ ബിരിയാണിയോ നിങ്ങൾക്ക് പാഴ്സൽ ചെയ്ത് തരുക. നിങ്ങൾ വീട്ടിൽ പോയി കഴിച്ചോ, ബാക്കിയുള്ളവർക്കൊക്കെ കൊടുത്തോ എന്നൊക്കെ പറഞ്ഞ് പാഴ്സൽ ചെയ്ത് തരുക. നമ്മളങ്ങനെ ധ്യാനമൊക്കെ കൂടി ആശീർവാദമൊക്കെ സ്വീകരിച്ച് നമ്മൾ പുറത്തോട്ടിറങ്ങി അതിലേ പോകുന്ന ബസ്സിലൊക്കെ നോക്കി അങ്ങ് പോകുമ്പോഴത്തേക്കും നമ്മളുടെ അശ്രദ്ധ കൊണ്ട് നമ്മളങ്ങ് തെന്നി വീഴുന്നു, അല്ലെങ്കിൽ തട്ടി വീഴുന്നു. ഈ തന്ന പൊതിച്ചോറ് നിലത്ത് വീണ് നഷ്ടപ്പെട്ടു പോകുന്നു. അത് ആരെയിലെ കുഴപ്പമാണ്? സ്നേഹസിസ്റ്റയിലെ കുഴപ്പമാണോ? അല്ല, സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമായിരുന്നു, അല്ലേ? അത് ഒന്നെങ്കിൽ നമ്മുടെ ബാഗിലിട്ടുകൊണ്ട് അല്ലെങ്കിൽ തട്ടി വീഴാതെ നോക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമായിരുന്നു. എന്ന് പറഞ്ഞ പോലെ ദൈവരാജ്യത്തിൻ്റെ എല്ലാ യോഗ്യതകളും നമുക്ക് ഓരോരുത്തർക്കും മാമോദീസയിലൂടെ തന്നിട്ടുണ്ട്. ഏതാണ് ഏറ്റവും വലിയ യോഗ്യത? ദൈവത്തിൻ്റെ മകനും മകളുമാണ് എന്നുള്ള യോഗ്യതയാണ് ഏറ്റവും വലിയ സമ്മാനമായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അത്രയും തന്നിട്ട്, അത്രയും കൃപകൾ ദൈവം നമുക്ക് തന്നിട്ട് നമ്മുടെ അശ്രദ്ധ കൊണ്ട് അത് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞാൽ അവസാനം ദൈവം പറയുന്നുണ്ട്, രാജ്യത്തിൻ്റെ മക്കളാകട്ടെ അന്ധകാരത്തിലേക്ക് എറിയപ്പെടുമെന്നുള്ളൂ. നമ്മുടെ അശ്രദ്ധ കൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന സൗഭാഗ്യം നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്നത്തെ വചന വിചിന്തനത്തിൽ നമ്മൾ ചിന്തിച്ചത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ദൈവം തരുന്ന സമ്പാദ്യത്തിൽ നിന്നും ദശാംശം നമ്മൾ നൽകണം. അത് നമ്മളെ വീണ്ടും ദൈവം വളർത്തുന്നതിൻ്റെ ഭാഗമാണ്. രണ്ടാമത്തത്, എളിമയെന്ന പുണ്യത്തിൽ നമ്മൾ ജീവിക്കണം. എളിമയോടെ, വിനയത്തോടെ നമ്മൾ ജീവിക്കണം. അഹങ്കാരം, ഞാനെന്ന ഭാവം, അഹന്ത, പരദൂഷണം, കുറ്റം പറിച്ചതൊക്കെ മാറ്റി മറ്റുള്ളവരുടെ നന്മ പറയാനും എളിമയോടെ വിനയത്തോടെ മറ്റുള്ളവരുടെ മുമ്പിൽ വ്യാപരിക്കുവാനും നമ്മൾ ശ്രമിക്കണം. മനസ്സിലായില്ലേ? മൂന്നാമതായിട്ട് നമ്മൾ കണ്ടത് സഹോദര സ്നേഹത്തെക്കുറിച്ചാണ്. അവരുടെ പ്രശ്നങ്ങൾ എൻ്റെയും പ്രശ്നമായിട്ട് മാറണം, അവരുടെ വേദന എൻ്റെയും വേദനയായിട്ട് മാറണം, അവരുടെ കണ്ണുനീര് എൻ്റെയും കണ്ണുനീരായിട്ട് മാറണം. അങ്ങനെ സഹോദര സ്നേഹത്തോടെ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ബലിയർപ്പണങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ, നമ്മുടെ നൊവേനകൾ, നമ്മുടെ ജപമാലകളൊക്കെ
പൂർണ്ണത ലഭിക്കുന്നത്, അതിൻ്റെ യോഗ്യതകൾ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ മക്കളെ പോലെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ, സ്നേഹത്തിൽ ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ.